ഗൈസ് ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖം തന്നെ. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് വാട്ട് ഐ എയ്റ്റ് ടുഡേ. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്തത് അതാണ് ചൂടുവെള്ളത്തോടാണ്. പിന്നെ എൻ്റെ ഡ്രിങ്ക് കുടിക്കുന്നത് 95. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൽ എന്താണെന്ന് അറിയണ്ടേ? അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞാനൊരു ഗ്ലാസ് കട്ടൻ ചായയും പിന്നെ ചോളം കോൺ അത് ഞാൻ പൊങ്ങിയതാണ്. ഒരു വലിയ കോൺ എടുത്തിട്ട് 4 കഷ്ണമാക്കിയത്. അപ്പോൾ നിങ്ങൾ ചെയ്യുക ഇവളെന്ത് ദോശയൊന്നും അങ്ങനെ ഞാനങ്ങനെ ദോശ എനിക്ക് അങ്ങനെ വേണം, എനിക്ക് എന്തെങ്കിലും ലൈറ്റ് മതി. അങ്ങനെ കോൺ കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്ന് ഓഫീസിൽ പോയിട്ടാണ്, എനിക്ക് മടിയായി, വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഒന്നും ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് അപ്പോൾ ഞാൻ ചോളം നിന്നിട്ട് നല്ല ചൂടുണ്ട്. എൻ്റെ മോൾക്ക് പിങ്കിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അന്ന് ഉള്ളുണ്ടാകുന്ന സമയത്ത് വാങ്ങിച്ചിന്. ഇപ്പോൾ ഇത് ഞാൻ ഇന്നലെ കഞ്ഞകണ്ട വാങ്ങിച്ചത് കുറേ കിട്ടി. അപ്പോൾ ഒറ്റ തിന്നണ്ടേ, അങ്ങനെ പൊങ്ങിയിട്ട് തോന്നുന്നതാണ്. അപ്പോൾ ഞാൻ തിന്നിട്ടാണ്. ഉച്ചക്കൊരു ഫംഗ്ഷന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ സദ്യയായിരുന്നു. ചിപ്സ്, ശർക്കര, അച്ചാർ, പപ്പടം, അവിയൽ, പച്ചടി, കൂട്ടുകറി, ക്യാബേജ് വറവ്, സാമ്പാർ. അടിപൊളി ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ്. ഫുഡെല്ലാം കഴിച്ചിട്ട് ശേഷം ഭയങ്കര ചൂടല്ലേ, ചൂട് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സുമാരും നമ്മൾ ചോക്കോബാറും മാംഗോ ബാറും ഐസ്ക്രീം കഴിച്ചിട്ട് വന്നതാണ്. അടിപൊളിയാണ്. അത് തണുപ്പ് കഴിക്കുമ്പോൾ ഭയങ്കര സുഖം വേറെ തന്നെ. ഈ ചൂട് സമയത്ത് അത്രയ്ക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഹായ്, ഇപ്പോൾ രാത്രി. അപ്പോൾ രാത്രി എൻ്റെ ഫുഡ് പറഞ്ഞാൽ ഇതാ കണ്ട 2 ചപ്പാത്തി, അതിൻ്റെ നടുക്ക് മുട്ട ഓംലേറ്റ്, ഡബിൾ മുട്ട ഓംലേറ്റ്. അതാണ് ഞാനിങ്ങനെ കഴിക്കാൻ പോകുന്നത്. എനിക്ക് ഇങ്ങനെ ഇഷ്ടമാണ്. ചപ്പാത്തിക്ക് കറിയാനേ വേണമെന്നില്ല. അപ്പോൾ പൊതുവെ ഞാൻ മുട്ട ഓംലേറ്റ് ആക്കുമ്പോൾ ഉള്ളി അങ്ങനെ ഇടലില്ല. ഇന്ന് ഞാൻ വെച്ചു ഉള്ളിയെല്ലാം ഇട്ടിച്ചാക്കണം. അങ്ങനെ ഉള്ളിയെല്ലാം ഇട്ടിച്ചാക്കണം. ഭയങ്കര ചൂട് കഴിച്ച്. ചപ്പാത്തിയല്ല, കാലാവസ്ഥ ഞാൻ പറഞ്ഞത്. ചപ്പാത്തിയും ചൂടാണ്. മുട്ട എൻ്റെ ഫേവറേറ്റാണ്. മുട്ട വിട്ടിട്ടുള്ള കളിയൊന്നുമില്ല കേട്ടോ. സുഖമില്ല, ചുമ കുറേ ദിവസമായി. ചപ്പാത്തി മുട്ട. അപ്പം ഞാൻ ചപ്പാത്തി കഴിക്കണ്ട കേട്ടോ.